ഇന്ന് കുറച്ച് പോർക്ക് കിട്ടി. അപ്പോൾ വിചാരിച്ചു നല്ലപോലെ അതുകൊണ്ട് ഒരു പോർക്ക് ഫ്രൈ ഉണ്ടാക്കാമെന്ന്. അതിന് വേണ്ടിയിട്ട് ഒരു 100 ഗ്രാം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ സാധാരണ നമ്മുടെ വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, അതും ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്. കൂടെ ഒരു കഷ്ണം ഇഞ്ചി വെച്ചിട്ടുണ്ട്, കറിവേപ്പിലയുണ്ട്, പച്ചമുളകുണ്ട്, എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. കൂടെ അരമുറി തേങ്ങ പൊട്ടിച്ച് അതും ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതെല്ലാം കൂടെ നമുക്ക് ഈ പോർക്കിൻ്റെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാനുള്ളതാണ്. ഒന്നും വഴറ്റോ പിടിക്കുകയോ ഒന്നും വേണ്ട കേട്ടോ. എന്നിട്ട് നമുക്കൊരു ചീനിച്ചട്ടിയോ തവയോ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മേലോട്ട് ഒരു കറുവപ്പട്ട 2 കഷ്ണം, മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകം എല്ലാം എടുത്ത് മെല്ലെ ഒന്ന് ചൂടാക്കി എടുക്കുക. അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും നമ്മൾ എടുത്ത് വെച്ചേക്കുന്നതാണ്. ഒരു 4 സ്പൂൺ പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. അതിൻ്റെ കൂടെ 2 സ്പൂൺ ചുവന്ന മുളക് പൊടി ഇട്ട് കൊടുത്ത് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം നമുക്ക്. ഈ മസാലയെല്ലാം കൂടെ ഈ കറുവപ്പട്ട എല്ലാം കൂടെ ഉള്ളത് കൊണ്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുത്താൽ നല്ലൊരു ടേസ്റ്റ് വരും. മുമ്പൊക്കെ ഞാൻ അങ്ങനെ മുഴുവനെ തന്നെ ഇടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതല്ല, ഇതും കൂടെ ചേർത്തിട്ടാണ് ഇടുക. ഇത് മസാലയെല്ലാം കൂടെ ചേരുമ്പോഴത്തേക്കും നല്ലൊരു സ്മെല്ലും ഇതും ഒക്കെയാണ്. അപ്പോൾ ഏതായാലും പോർക്ക് നല്ല അടിപൊളി പോർക്കാണ് കിട്ടിയേക്കുന്നത്. അതിൻ്റെ തോലെല്ലാം ഞാൻ സെപ്പറേറ്റ് എടുത്ത് ഉരുക്കാൻ വെച്ചതിന് ശേഷം മേലെ പോയി കറിവേപ്പില പറിച്ചുകൊണ്ട് വന്ന് പറിക്കാൻ പോയപ്പോഴത്തേക്കും നമ്മളെ ഞൊട്ടാഞ്ഞൊടിയനൊക്കെ കണ്ട് കായൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഏതായാലും കറിവേപ്പിലയും പറിച്ചുകൊണ്ട് വന്ന് അപ്പോഴേക്കും നമ്മുടെ തോലൊക്കെ ഉരുകി തുടങ്ങിയായിരുന്നു. പിന്നെ തോലിലെ എണ്ണ മാറ്റി വെച്ചിട്ട് ഞാൻ തോലെല്ലാം കൂടെ എടുത്ത് വെച്ചേക്കുന്ന മീറ്റിലോട്ട് ഇട്ടിട്ട് വെച്ചു. എണ്ണ ഇത് ഉരുകിയപ്പോഴത്തേക്കും ഒരു 1/2 ലിറ്ററോളം എണ്ണ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കളയുള്ളൂ, ഉപയോഗിക്കുകയൊന്നുമില്ല കേട്ടോ. അതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ചേക്കുന്ന ഉള്ളി ഇതിനകത്തോട്ട് ഇടുക. ഉള്ളി, പച്ചമുളക് എല്ലാം, ഉപ്പ്, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് കുഴയ്ക്കുക. അതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന ഈ മസാലയും കൂടെ ഇതിനകത്തോട്ട് ചേർക്കുക. മസാല ചേർക്കണം, തേങ്ങ മുറിച്ച് വെച്ചേക്കുന്ന തേങ്ങ എല്ലാം ചേർക്കണം. എന്തൊക്കെ നമ്മളവിടെ ഇതിന് വേണ്ടിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് എന്തൊക്കെ ഉണ്ടോ അത് മുഴുവൻ ചേർക്കുക. ചെറിയുള്ളി നമ്മൾ ചെറുതാക്കിയിട്ട് ചീനച്ചട്ടി ഇട്ടിട്ട് വറുത്തെടുക്കണം. നമ്മൾ വറുത്തെടുത്ത് മാറ്റി വെച്ചേക്കണം. അത് അവസാനം ചേർക്കാനുള്ളതാണ്. ഈ മസാലയെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ കൈ കൊണ്ട് നല്ലപോലെ കുഴച്ചെടുക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുഴച്ചെടുത്ത് കുറച്ച് നേരം വെക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ മസാലയെല്ലാം എല്ലായിടത്തും കൂടെ ആയി നല്ലപോലെ ഒന്ന് പിടിച്ചിട്ടുണ്ടാവും. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കൈ കൊണ്ടല്ലേ കൂടുതൽ കുഴയ്ക്കുക. ഗ്ലൗസോ കാര്യങ്ങളോ തവിയോ ഒന്നും ഇട്ട് കുഴയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് കൈ കൊണ്ട് നല്ലപോലെ കുഴയ്ക്കുക. നല്ലപോലെ കുഴച്ചതിന് ശേഷം അത് ഒരു 5-10 മിനിറ്റ് വയ്ക്കുക. ഈ വെച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല, അത് മസാല പിടിച്ചോളും. ഏതായാലും അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉള്ളിയെല്ലാം കൂടെ വഴറ്റി എടുത്ത് വറുത്ത് സൈഡിലോട്ട് മാറ്റി വെക്കുന്നുണ്ടായിരുന്നു. ഇത് നമുക്ക് അവസാനം ഇടാനുള്ളതാണ്. അതിൻ്റെ ഉള്ളി വഴറ്റിയതിന് ശേഷം കുറച്ച് 1 സ്പൂൺ മല്ലിപ്പൊടി 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ പിന്നെയും ഞാൻ മൂപ്പിച്ചെടുത്തു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതും ലാസ്റ്റ് ഇടാനുള്ളത്. ഇത് രണ്ടും കൂടെ ലാസ്റ്റ് ഇടുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ. ഇത് അന്നേരത്തെ കുക്കറൊക്കെ വിസിൽ വന്ന് 4 വിസിലിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്തു. ഒരു 4 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തു. കുരുമുളക് പൊടി ലാസ്റ്റേ ഇടാവുള്ളൂ, അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഫ്ലേവർ കിട്ടുക. കുരുമുളക് പൊടിയും ചേർത്ത് ഞാൻ ഈ വറുത്ത് വെച്ച ഉള്ളിയും ചേർത്തു. ഉള്ളിയും ഈ ലാസ്റ്റ് ഞാൻ ഈ വെച്ചിരുന്ന മുളകുണ്ടല്ലോ, മുളക് ചൂടാക്കിയത്, അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോഴത്തേക്കും നല്ല കളറായി ഡ്രൈ ആയി നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.